നമസ്തേ, ഗുഡ് ഈവനിംഗ്. ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കമോ? സന്നിധാനത്ത് തുടർന്ന സർക്കാർ അവഗണനയ്ക്ക് പിന്നിൽ എന്താണ്? മുന്നൊരുക്കങ്ങൾ ആലോചിക്കേണ്ട സമയത്ത് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ശ്രദ്ധ അതെവിടെയായിരുന്നു? വളരെ വിശദമായി പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് 7ലേക്ക് സ്വാഗതം. ശബരിമലയിൽ തുടരുകയാണ് സർക്കാരിന്റെ അവഗണന. കുടിക്കാൻ വെള്ളമില്ല, ശൗചാലയമടക്കം അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. കുഞ്ഞു കുട്ടികളടക്കം ദുരിതത്തിലാകുന്ന സാഹചര്യം. പലരും ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ 18ാം പടി ചവിട്ടാതെ മാലയൂരി തിരിച്ചു പോകുന്ന ഒരു മനം നൊന്തുള്ള കാഴ്ച. ആദ്യം ADGP വാക്കുകൾ കേൾക്കും. കോടതി നിർദ്ദേശപ്രകാരം 20,000 പരിമിതപ്പെടുത്തിയതിൻ്റെ കൂടുതലായിട്ട് ആൾക്കാർ വരികയാണ്. ആ വരുന്ന ആൾക്കാർ വരുന്നവരെല്ലാവരും ഉടനെ ദർശനം കിട്ടണമെന്ന് ശാഠ്യം പിടിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. 37,000-ഓളം ആൾക്കാരെയാണ് നമ്മൾ ഇപ്പോൾ സ്പോട്ട് ബുക്കിൽ 20,000 സ്ഥാനത്ത് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. കാരണം വരുന്നവരെ നമുക്ക് തിരിച്ച് പറഞ്ഞു വിടാനുള്ള സംവിധാനമില്ല. അതിന് ചെയ്യുന്നത് ശരിയുമല്ല. യഥാർത്ഥത്തിൽ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടല്ല അവർ ക്യൂ തെറ്റിക്കുന്നത്. അത് തെറ്റായ ധാരണയാണ്. അങ്ങനെയല്ല, അവർ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ദർശനം കിട്ടണം. അങ്ങനെ വെച്ചിട്ടാണ് അവർ ക്യൂ തെറ്റിക്കുന്നത്. അവർ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴെത്തും എന്നുള്ള ഒരു വെപ്രാളം വരുമ്പോൾ അവർ ക്യൂവിൽ നിന്ന് ചാടിയിട്ട് കാട് വഴികളിലൂടെ കയറി പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് പോലീസ് എല്ലായിടത്തും നമുക്ക് ഈ ക്യൂവിൽ നിൽക്കാൻ പറ്റത്തില്ല. പോലീസൊക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇതിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചാൽ അവർക്ക് ജോലി എടുക്കാൻ പറ്റില്ല. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇപ്പം 18ാം പടിയിൽ ജോലി ചെയ്യുന്നവർ തന്നെ 15 പേര് എന്ന ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം 20 മിനിറ്റ് കഴിയുമ്പോൾ അവർ മാറുകയാണ്. ഉദ്ദേശിച്ച ടാർഗറ്റായ 86, 85 എന്ന് പറയുന്ന ആ ഫിഗറിലേക്ക് നമുക്ക് കേവലം ഇന്ന് വെളുപ്പിനെ കുറച്ച് നേരമേ എത്താൻ പറ്റിയിട്ടുള്ളൂ. കൂടുതലാക്കാനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 60-70 എത്തിയിട്ടുണ്ട്. ഇനിയും കൂടും. നല്ല തിരക്ക് വരുന്ന സിറ്റുവേഷൻ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ വരുത്തണം. അത് വരുത്തുന്നുണ്ട്. കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അനുസരിക്കുകയും ക്രമമായിട്ട് വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി മാത്രം വരികയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സമസ്യ പരിഹരിക്കാൻ പറ്റും. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് ശബരിമലയുടെ ക്രമസമാധാന ചുമതലയുള്ള ADGP ശ്രീജിത്തിന്റെ വാക്കുകളാണ്. ഇനി ഭക്തർക്ക് വേണ്ട അത്യാവശ്യം സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ എന്തുകൊണ്ടാണ് ഈ സർക്കാരിന് കഴിയാതെ പോകുന്നത്? ഭക്തജന പ്രവാഹം കണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പകച്ചുപോയോ? വീഴ്ചകൾ പരിഹരിക്കാൻ ഇനി സാധിക്കുമോ? ചോദിക്കാം. സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഒരൊറ്റ ചോദ്യം മാത്രമേ എനിക്കുള്ളൂ. ഇതൊരു മണ്ഡലകാലം അട്ടിമറിക്കാനുള്ള ഒരു ആസൂത്രിത നീക്കമായി കാണണ്ടേ മിഥുൻ? അശ്വതി, ഹൈന്ദവ സംഘടനകളെല്ലാം തുടക്കം മുതൽ തന്നെ പലപ്പോഴും മകരവിളക്ക് തീർത്ഥാടന കാലം അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. അത് തെളിവുകൾ സഹിത മുൻകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈന്ദവ സംഘടനകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇത് ശരിയാണോ എന്ന് സംശയം തോന്നുന്ന ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് സന്നിധാനത്തെ കാഴ്ചകൾ. ഇന്ന് ഉച്ചയ്ക്ക് ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ് സന്നിധാനത്ത് ഉണ്ടായത്. ബാരക്കാടിന് മുകളിലൂടെ ഭക്തജനങ്ങൾ ചാടിക്കയറി തിരക്ക് അനിയന്ത്രിതമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. കുഞ്ഞു കുട്ടികളും ഒപ്പം പ്രായമായവരും അടക്കമുള്ള ആളുകൾ തിക്കിലും തിരക്കിലും ഈ ബാരിക്കേഡിന് മുകളിലേക്ക് ചാടിക്കയറുന്ന കാഴ്ച പോലീസിന് നിയന്ത്രിക്കാൻ സാധിക്കുന്നതിനപ്പുറത്തേക്ക് സന്നിധാനത്തെ തിരക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അസാധാരണമായിട്ടുള്ള ഒരു തിരക്കാണ് സന്നിധാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് കണ്ടത്. സന്നിധാനത്തെ ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ക്രൗഡ് മാനേജ്മെന്റ് എല്ലാം പമ്പയെ പാളിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന കാഴ്ചകൾക്കാണ് ഇന്ന് ഉച്ചയ്ക്ക് സന്നിധാനം സാക്ഷ്യം വഹിച്ചത്. ഇപ്പോൾ ഈ സമയത്ത് 7 മണിയാകുമ്പോൾ പോലീസിന്റെ നിയന്ത്രണത്തിലാണ് തിരക്ക് എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. തിരക്ക് നിയന്ത്രണം പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് എത്തിയിരിക്കുന്നു. പോലീസ് കൃത്യമായി ഈ 18ാം പടിക്കു താഴെയും ഒപ്പം നടപ്പന്തലിലുമെല്ലാം ഭക്തജനങ്ങളെ തടഞ്ഞു വെക്കുവാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഉച്ചക്കത്തെ ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിന്ന് മാറ്റമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ സന്നിധാനത്ത് നിന്നുണ്ടാകുന്ന കാഴ്ചകൾ കാര്യം പറയാനുള്ളത്. പങ്കുവയ്ക്കാനുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. തിരക്കുണ്ട്, നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഫ്ലൈ ഓവറിൽ തിരക്കുണ്ട്, താഴെ നടപ്പന്തലിൽ തിരക്കുണ്ട്, 18ാം പടിക്ക് താഴെ നല്ല തിരക്കുണ്ട്. മണിക്കൂറുകളോളം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം ഇനിയും വരുന്ന മണിക്കൂറുകളിൽ തുടരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് തിരക്ക് ക്രമീകരണം എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു മാറ്റമാണ് ഇന്ന് പകലെ മണിക്കൂറുകളിൽ നിന്നും ഇന്ന് വൈകിട്ട് 7 മണിയാകുമ്പോൾ സന്നിധാനത്തെ കാഴ്ചകളിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം. ഇന്ന് ശബരിമലയുടെ ചുമതലയുള്ള ക്രമസമാധാന ചുമതലയുള്ള ADGP ശ്രീജിത്ത് പറഞ്ഞത്, ഇന്നത്തെ തിരക്ക് അനിയന്ത്രിതമായപ്പോൾ അദ്ദേഹം പറഞ്ഞത്
പറഞ്ഞത് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിലയ്ക്കൽ മുതൽ ഭക്തജനങ്ങളെ തടയും. ഭക്തജനങ്ങളെ ക്രമാനുഗതമായിട്ട് നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കും പിന്നീട് പമ്പയിൽ തടഞ്ഞ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകുമ്പോൾ പമ്പയിൽ നിന്നും ഭക്തരെ മല കയറാൻ അനുവദിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിലയ്ക്കൽ മുതലുള്ള ഇടത്താവളങ്ങളിൽ വലിയ തിരക്ക് ഇനി ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ള ആശങ്ക പറയേണ്ടിയിരിക്കുന്നു. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി നിലയ്ക്കലിൽ ഭക്തജനങ്ങളെ തടയും എന്നുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് പോകുമ്പോൾ അത് നിലയ്ക്കൽ, ഇലവങ്കൽ, എരുമേലി, പന്തളം അടക്കമുള്ള പമ്പയടക്കമുള്ള മറ്റ് പത്തനംതിട്ടയുടെ വിവിധ ഇടത്താവളങ്ങളിലെല്ലാം ഭക്തജനങ്ങൾക്ക് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ടാകും. കൂടുതൽ സമയം മണിക്കൂറുകൾ ആ ഇടത്താവളങ്ങളിൽ കഴിയേണ്ട ഒരു ബുദ്ധിമുട്ടിലേക്ക് ഭക്തജനങ്ങൾ എത്തുമോ എന്നുള്ള ആശങ്കയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കാത്തിരിക്കുന്നത്. ഡിസംബർ മാസം വരെ ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായിട്ടുണ്ട്. 70,000 എന്ന പരമാവധി വെർച്വൽ ക്യൂ സംഖ്യ ഡിസംബർ 10 വരെ കടന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടും. ഈ സ്പോട്ട് ബുക്കിംഗ് 20,000 നിജപ്പെടുത്തിക്കൊണ്ട് ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. മുഴുവൻ ഭക്തജനങ്ങൾക്കും ദർശനം സാധ്യമാക്കുക എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാർ കാലാകാലങ്ങളായി പറയുന്നത്. പക്ഷേ ഈ സ്പോട്ട് ബുക്കിംഗ് 20,000 നിജപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഒപ്പം ഈ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുവാൻ വേണ്ടി വിവിധ ഇടങ്ങളിൽ ഭക്തജനങ്ങളെ തടയും എന്നുള്ള കൂടുതൽ സമയം അവർക്ക് കാത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒരുക്കും എന്നൊക്കെ പറയുമ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഈ ക്രൗഡ് മാനേജ്മെന്റ് തുടക്കത്തിൽ തന്നെ അമ്പേ പാളിപ്പോയിരിക്കുന്ന സാഹചര്യത്തിൽ തിരക്ക് നിയന്ത്രണം എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇനി അടിസ്ഥാന സൗകര്യ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ വലിയ രോക്ഷപ്രകടനമാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടാകുന്നത്. അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള കുടിവെള്ളം, പ്രാഥമിക സൗകര്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സൗകര്യം, ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ക്രമീകരണം ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ്. മുന്നൊരുക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്ന പ്രതികരണങ്ങൾ, അനുഭവങ്ങളാണ് ഭക്തജനങ്ങൾക്കെല്ലാം പങ്കുവയ്ക്കാനുള്ളത്. അത് പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങൾ വളരെ രോഷത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള രോക്ഷമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. വെള്ളം എവിടെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഭക്തജനങ്ങൾ ചോദിക്കുന്നത്. കുടിവെള്ളമില്ല. മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ, അതായത് ഇന്നലെ പമ്പയിൽ നിന്ന് മല കയറാൻ തുടങ്ങുന്ന ഭക്തജനങ്ങൾ സന്നിധാനത്ത് എത്തുന്നത് ഇന്ന് രാത്രിയൊക്കെയാണ്, അത് ഇന്ന് വൈകിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എത്രത്തോളം മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നു. 16 മണിക്കൂർ, 18 മണിക്കൂറൊക്കെ വരെയാണ് ഭക്തജനങ്ങൾക്ക് വിവിധ ഇടങ്ങളിലായി കാത്തു നിൽക്കേണ്ടി അവഗണന തുടരുകയാണ്. കുടിവെള്ളം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിച്ച് ഭക്തരെ ബലിയാടാക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ ശബരിമലയിൽ നിന്നും കണ്ടത്. ഇനി ഒടുവിൽ വാ തുറന്നു, ബട്ട് നോ ആക്ഷൻ പ്ലാൻ. പക്ഷേ പ്രതികരിച്ചിട്ടുണ്ട്. ആളാരാണെന്നല്ലേ പറയാം. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. വാക്കുകളിൽ മാത്രമാണ് കേട്ടോ. ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, അത് പരിഹരിക്കും. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും കെ ജയകുമാർ പറഞ്ഞു. സ്പോട്ട് ബുക്കിംഗും വിർച്വൽ ക്യൂവും അടക്കം 1,00,000 തീർത്ഥാടകർക്ക് മാത്രമായി ദർശനം പരിമിതപ്പെടുത്തുമെന്നും അദ്ദേഹം സന്നിധാനത്ത് പ്രതികരിച്ചു. ഭയാനകമായ സ്ഥിതിയാണ് സന്നിധാനത്തെന്നും കെ ജയകുമാർ നേരത്തെ തുറന്നു സമ്മതിച്ചിരുന്നു. സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുന്നതോടുകൂടി 70, 20, 90,000 ആളുകൾ, പോട്ടെ ഒരു 10 പേരും കൂടെ, അങ്ങനെ 1,00,000 ശബരിമലയിലേക്കുള്ള ആളുകളുടെ എണ്ണം നിജപ്പെടുത്തും. നാളെ തൊട്ട് 20,000 ഉള്ളൂ. 20,000 കടന്നുപോയാൽ അടുത്ത ദിവസമേ വരാൻ സാധിക്കും. അതുകൊണ്ടാണ് നിലയ്ക്കലിലേക്ക് നമ്മൾ സ്പോട്ട് ബുക്കിംഗ് സബ്സ്റ്റാൻഷ്യലായിട്ട് മാറ്റുകയാണ്. സോ ദാറ്റ് അവർക്ക് അവിടെ നിൽക്കാം, പിറ്റേന്ന് വന്നാൽ മതി. പമ്പയിലുണ്ട് ഇപ്പോൾ ഉള്ള 3 കൗണ്ടറുണ്ട്, അത് പതുക്കെ കുറയ്ക്കും. ആരെങ്കിലും വിട്ട് വന്നാൽ ഇവിടെ വേണമല്ലോ, സൗകര്യം വേണമല്ലോ. അവിടെ മാത്രമല്ല കാനനപാത വഴി വരുന്നവർക്ക് പമ്പയിൽ ചിലപ്പോൾ വേണ്ടി വരും, സ്പോട്ട് ബുക്കിംഗ് വേണ്ടി വരും. 7 കൗണ്ടർ ഇന്ന് രാത്രി തൊട്ട് വരും. അതിൻ്റെ ബോർഡ് വയ്ക്കും 20,000 സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തുകയാണെന്നുള്ളത്. അതിനേക്കാൾ കുറച്ച പിന്നെ ആളേക്ക് നമ്മൾ നേരത്തെ 20 പറഞ്ഞു, അതിൽ നിർത്തും. അതാണ് സ്ഥിതി. അനന്തര 2 മണിക്കൂർ കൊണ്ട് സംഗതികൾ നോർമലാവും. ആളുകൾ വരും, വരുന്നവരെല്ലാം ഭംഗിയായിട്ട് തൊഴുതു പോകും കേട്ടോ, ഒന്നും പേടിക്കാനില്ല. സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് BJP നേതാവ് കെ സുരേന്ദ്രൻ. ശബരിമലയിൽ ഭീകരമായ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ഭക്തർക്ക് കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. ജയകുമാറിനെ പ്രസിഡന്റാക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ N വാസുവിന്റെ അറസ്റ്റോടെ അന്വേഷണം നിലച്ചെന്നും കെ സുരേന്ദ്രൻ തുറന്നടിച്ചു. അതിഭീകരമായ മനുഷ്യാവകാശ ലംഘനമാണ് ശബരിമലയിൽ നടക്കുന്നത്. അയ്യപ്പ ഭക്തന്മാരോട്, ശബരിമല തീർത്ഥാടകരോട് കടുത്ത ക്രൂരതയും അവഗണനയുമാണ് ഈ ഗവൺമെന്റ് നടത്തുന്നത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അയ്യപ്പ ഭക്തന്മാർ കുടിവെള്ളമില്ല. 6-7 മണിക്കൂർ ഇപ്പോൾ തന്നെ ക്യൂവിലാണ് അയ്യപ്പ ഭക്തന്മാർ. ഒരിടത്തും കുടിക്കാൻ ശുദ്ധജലമില്ല. കൊച്ചുകുട്ടികളും പ്രായമായവരുമെല്ലാം കുടിവെള്ളം കിട്ടാതെ വാവിട്ട് നിലവിളിക്കുന്ന ദൃശ്യങ്ങളാണ് ശബരിമലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്.
പമ്പയിലും സന്നിധാനത്തും ഒരുക്കങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. പമ്പയിൽ വിരിവയ്ക്കാൻ സൗകര്യമില്ല, തർപ്പണത്തിനുള്ള സൗകര്യമില്ല, പമ്പാതടം ആകെ മലിനമായി കിടക്കുന്നു, തീർത്ഥാടന വഴിയിലൊന്നും വെളിച്ചമില്ല, ശൗചാലയങ്ങൾ പ്രവർത്തിക്കുന്നില്ല, എല്ലാം പൂട്ടിക്കിടക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. ജനങ്ങളെ കണ്ണിൽ പൊടിയിടാമെന്ന് മാത്രമാണ് സർക്കാർ തീരുമാനിച്ചത്. ഒരു വശത്ത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രധാനപ്പെട്ട പല ആളുകളെ സംബന്ധിച്ചും അന്വേഷണത്തിലേക്ക് പോകാൻ തയ്യാറാവുന്നില്ല. വാസുവിൻ്റെ അറസ്റ്റോടെ എല്ലാം സ്തംഭിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കോൺഗ്രസിൽ ഒരു വലിയ ആരാധകനുണ്ട്. യെസ്, ശശി തരൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ പ്രശംസിച്ച് കോൺഗ്രസ് എം പി ഡോക്ടർ ശശി തരൂർ രംഗത്ത്. ഗോയങ്ക പ്രസംഗ പരമ്പരയിലെ മോദിയുടെ പ്രഭാഷണം മികച്ചതെന്നും ദേശീയതയ്ക്കുള്ള പ്രധാനമന്ത്രിയുടെ പിന്തുണ അഭിനന്ദനാർഹമെന്നും സമൂഹ മാധ്യമത്തിൽ തരൂർ കുറിച്ചു. നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്ന സമീപനം ശശി തരൂർ തുടരുന്നതിന്റെ തുടർച്ചയാണ് ഈ പുതിയ അഭിപ്രായ പ്രകടനമെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. യെസ് ജിഷ്ണു, ഗുഡ് ഈവനിങ്. തരൂർ ആദ്യമായല്ല മോദിജിയെ ഇങ്ങനെ പുകഴ്ത്തുന്നത്. എന്താണ് തരൂർ മോദിജിയെ പറ്റി പറഞ്ഞത്? ഇത് ഇനി തുടർച്ചയായി ഒരു കോൺഗ്രസിലൊരു കല്ലുകടിയിലേക്ക് പോകുമോ ജിഷ്ണു? അശ്വതി, ഗുഡ് ഈവനിങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇതാദ്യമായല്ല ഡോക്ടർ ശശി തരൂർ എം പി പ്രശംസിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കോൺഗ്രസിൽ നിലവിൽ രാഹുൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായി മുൻപോട്ട് നീങ്ങാൻ സാധിക്കുമോ എന്ന അന്ത്യശ്വാസം വലിക്കുന്ന ഘട്ടത്തിലാണ്. അത്രയധികം വലിയ തിരിച്ചടികൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും അല്ലാതെയും ഏറ്റുകൊണ്ട് പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും ഏത് രീതിയിൽ മുൻപോട്ട് പോകാൻ കഴിയും എന്ന് ശ്രമിക്കുമ്പോഴാണ് മുതിർന്ന നേതാവും ഒപ്പം തിരുവനന്തപുരം എം പിയുമായിട്ടുള്ള ശശി തരൂർ വീണ്ടും പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടും വാനോളം പുകഴ്ത്തിക്കൊണ്ടും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. രാംനാഥ് ഗോയങ്കെ പ്രസംഗത്തിൽ, അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള പ്രസംഗത്തെയാണ് ഇപ്പോൾ ശശി തരൂർ എം പി പ്രശംസിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വികസനത്തിനും ദേശീയതയ്ക്കും വേണ്ടി, ദേശീയ ഐക്യത്തിനും വേണ്ടിയുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനം അഭിനന്ദനാർഹമാണ്. കൊളോണിയൽ ചിന്താഗതി വിട്ടുകൊണ്ട് മുൻപോട്ട് കുതിക്കാനാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത് തുടങ്ങി അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പ്രശംസിച്ചുകൊണ്ടാണ് ശശി തരൂർ എം പി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അത്തരത്തിലുള്ളതാണ്. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് എടുത്ത നിലപാടിന് വിരുദ്ധമായി കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രശംസിക്കുന്ന, അഭിനന്ദിക്കുന്ന പ്രസ്താവനകളും പരസ്യ പ്രതികരണങ്ങളും ശശി തരൂർ എം പി നടത്തിയിരുന്നു. ഇത്തരത്തിൽ തുടർച്ചയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിക്കുന്ന നിലപാടുകൾ ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതോടെ തരൂരിനെ പാർട്ടിക്കുള്ളിൽ കെട്ടഴിച്ചു വിടേണ്ടതില്ല എന്ന അഭിപ്രായത്തിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം ശക്തരായ നേതാക്കളുള്ളത്. ഇക്കാര്യം സോണിയയും രാഹുലും ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വത്തെ മുതിർന്ന നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ശശി തരൂരിനെ നിലവിൽ പിണക്കി നിർത്തുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും ഉടനെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത ഘട്ടത്തിൽ ശശി തരൂരിനെ പോലൊരു നേതാവിനെ പിണക്കി നിർത്തുന്നത് ശരിയല്ല എന്നുള്ള നിലപാടിലാണ് ദേശീയ നേതൃത്വം. അതുകൊണ്ട് തന്നെ ഒരു അച്ചടക്ക നടപടിയോ പരസ്യമായുള്ള താക്കീതോ ഇതുവരെ ശശി തരൂരിനെതിരെ നൽകാൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. ശശി തരൂരാകട്ടെ ലഭിക്കുന്ന വേദികളിലെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ, ദേശീയ നിലപാടുകളെ, അന്താരാഷ്ട്ര വേദികളിൽ സ്വീകരിക്കുന്ന നയങ്ങൾ, അതെല്ലാം പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ രാംനാഥ് ഗോയങ്കെ അനുസ്മരണ പരിപാടിയിൽ, അനുസ്മരണ ചടങ്ങിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തെ പ്രശംസിച്ചുകൊണ്ടാണ് ശശി തരൂർ എക്സിൽ കുറിപ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനെതിരെയും നേതാക്കളുടെ വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ പരസ്യമായി ഇതുവരെ ആരും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. നേരത്തെയും സോണിയ ഉൾപ്പെടെയുള്ള നേതാക്കൾ ശശി തരൂരിൻ്റെ ഇത്തരത്തിലുള്ള പ്രതികരണത്തിനെതിരെ പാർട്ടിക്കുള്ളിലെ ഘടകത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നുവെങ്കിൽ പോലും നേരിട്ടൊരു അച്ചടക്ക നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ ശാസന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനോ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തയ്യാറായിട്ടില്ല. അതായത് ശശി തരൂരിനെ പുറത്താക്കാനും അകത്തു നിർത്താനും സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വമുള്ളത് എന്ന് വിലയിരുത്തേണ്ടി വരും. അശ്വതി. യെസ്, തല്ല് കൂട്ടത്തല്ല് എവിടെയാണെന്നല്ലേ? ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ ഇന്ത്യ സഖ്യത്തിൽ വീണ്ടും പൊട്ടിത്തെറി. പ്രതിപക്ഷ സഖ്യത്തിൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുകയാണ്.
അഖിലേഷ് യാദവ് പ്രതിപക്ഷ സഖ്യത്തെ നയിക്കണമെന്നും സമാജ്വാദി പാർട്ടി നേതാക്കളും മമതാ ബാനർജി പ്രധാനിയാകണമെന്ന് TMC നേതാക്കളും ആവശ്യപ്പെടുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, മറ്റ് ഉന്നത നേതാക്കൾ എന്നിവർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാറിൽ റാലികൾ നടത്തിയിട്ടും തിരിച്ചടിയുണ്ടായതാണ് സഖ്യത്തിലെ മറ്റ് കക്ഷികളെ ചൊടിപ്പിച്ചത്. കോൺഗ്രസിന്റെ എല്ലാ തന്ത്രങ്ങളും പാളിയെന്നാണ് പ്രതിപക്ഷ സഖ്യത്തിലെ മറ്റ് പാർട്ടികളുടെ വിലയിരുത്തൽ. ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. അതിനാൽ തന്നെ നേതൃമാറ്റം വേണമെന്നാണ് ആവശ്യമുയരുന്നത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷനും കനൌജ് എംപിയുമായ അഖിലേഷ് യാദവ് പ്രതിപക്ഷ സഖ്യത്തെ നയിക്കണമെന്ന സമാജ്വാദി പാർട്ടിയുടെ നിലപാട്. കഴിഞ്ഞ വർഷം നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ 37 ലോക്സഭാ സീറ്റുകൾ നേടി സമാജ്വാദി പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാൽ ലോക്സഭയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രതിപക്ഷ പാർട്ടിയാണെന്നും അതിനുള്ള പരിഗണന വേണമെന്നുമാണ് സമാജ്വാദി പാർട്ടിയുടെ ആവശ്യം. 2020 തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ 19 സീറ്റുകൾ നേടിയ കോൺഗ്രസിന് ഇത്തവണ 6 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ RJD 25 സീറ്റുകൾ നേടി. ഇത് 2020 പ്രകടനത്തെക്കാൾ 50 സീറ്റുകൾ കുറവാണ്. നേരത്തെ തൃണമൂൽ കോൺഗ്രസ് MP കല്യാൺ ബാനർജിയും പാർട്ടി അധ്യക്ഷയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തെ നയിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. RJD നേതാവ് ലാലു പ്രസാദ് യാദവും സഖ്യത്തിന്റെ തലപ്പത്തേക്ക് തൃണമൂൽ അധ്യക്ഷയെ പിന്തുണച്ചിരുന്നു. ബീഹാറിലെ കനത്ത പരാജയത്തിന് പിന്നിൽ ഇന്ത്യ സഖ്യത്തിലെ അനൈക്യം പ്രകടമായിരുന്നുവെന്ന് സഖ്യകക്ഷിയായ DMKയും വിമർശിച്ചു. സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലുമടക്കം പ്രതിപക്ഷ സഖ്യത്തിൽ വിള്ളൽ നിഴലിച്ചതായി NCPയും കുറ്റപ്പെടുത്തി. ജനം, ഡൽഹി. ഡൽഹി ഭീകരാക്രമണത്തിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. അറസ്റ്റിലായ ഷഹീന്റെ നേതൃത്വത്തിൽ മുസ്ലിം സ്ത്രീകളെയും പെൺകുട്ടികളെയും മനുഷ്യ ബോംബാക്കാൻ ലക്ഷ്യമിട്ടു. ഷഹീന്റെ വാട്സപ്പ് സന്ദേശങ്ങൾ പുറത്തായി. സ്ഫോടനത്തിന് മുൻപ് ഭീകരൻ ഉമർ നബി എടുത്ത വീഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ചാവേർ ആക്രമണത്തെ ന്യായീകരിക്കുന്ന വീഡിയോ ആണ് ടെലഗ്രാമിലൂടെ പങ്കുവച്ചത്. ഇനി അല്പം ആശങ്കാജനകമായ ഒരു വാർത്തയിലേക്കാണ്. IS തീവ്രവാദം കേരളത്തിൽ വേരുറയ്ക്കുന്നുമോ? കേരളത്തിൽ വീണ്ടും IS റിക്രൂട്ട്മെന്റ്. 16-കാരനെ ISൽ ചേരാൻ പ്രേരിപ്പിച്ച അമ്മയ്ക്കും രണ്ടാനച്ഛനുമെതിരെ UAPA ചുമത്തി. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലാണ് ഈ സംഭവം. വെമ്പായം സ്വദേശിയായ യുവാവ് പത്തനംതിട്ട സ്വദേശിനിയായ യുവതിയെ വിവാഹം കഴിച്ച മതപരിവർത്തനം നടത്തുകയായിരുന്നു. വെമ്പായം സ്വദേശിയായ യുവാവ് പത്തനംതിട്ട സ്വദേശിയായ യുവതിയെ വിവാഹം കഴിച്ചു മതപരിവർത്തനം നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് യുവതിയുടെ ആദ്യ വിവാഹത്തിലെ മകനെ ഭീകര സംഘടനയായ ISISൽ ചേരാൻ പ്രേരിപ്പിച്ചത്. വിവാഹം കഴിച്ച ശേഷം യുവതിയും യുവാവും ബ്രിട്ടനിൽ താമസിച്ചിരുന്നു. ബ്രിട്ടനിലെത്തിയപ്പോൾ തീവ്രവാദ സംഘടനയായ ISന്റെ വീഡിയോകൾ നിരന്തരമായി കാണിച്ചിരുന്നുവെന്നും സിറിയയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചിരുന്നുവെന്നുമാണ് മകൻ പോലീസിന് നൽകിയ മൊഴി. ഇതിനുശേഷം UK-യിൽ നിന്ന് മടങ്ങിയെത്തിയ ദമ്പതികൾ കുട്ടിയെ ആറ്റിങ്ങലിലെ മതപഠനശാലയിലാക്കിയിരുന്നു. കുട്ടിയുടെ സ്വഭാവത്തിലുള്ള മാറ്റം ശ്രദ്ധയിൽപ്പെട്ടതോടെ അധികൃതർ അമ്മയുടെ ബന്ധുക്കളെ വിവരമറിയിച്ചിരുന്നു. തുടർന്നാണ് പോലീസ് ഇടപെടലും മൊഴിയുടെ അടിസ്ഥാനത്തിൽ UAPA ചുമത്തലും അന്വേഷണം ആരംഭിക്കലും. പോലീസിനൊപ്പം സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ജനം, തിരുവനന്തപുരം. ആന്ധ്രാപ്രദേശിൽ മാവോയിസ്റ്റ് ഭീകരരെ വകവരുത്തി സുരക്ഷാസേന. മാവോയിസ്റ്റ് ഭീകരൻ മദ്വി ഹിദ്മയും ഭാര്യയും ഉൾപ്പെടെ 6 പേരെയാണ് സുരക്ഷാസേന വധിച്ചത്. ആന്ധ്രാപ്രദേശ് അല്ലൂരി സീതാരാമ രാജു ജില്ലയിലെ വനമേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ. അതേസമയം ഛത്തീസ്ഗഡ് സുക്മ ജില്ലയിൽ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ തുടരുകയാണ്. കൊച്ചി മുനമ്പം വഖഫ് വിഷയം സുപ്രീം കോടതിയിലേക്ക്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അപ്പീൽ പോകുന്നത്. വഖഫ് സംരക്ഷണ വേദിയാണ് ഈ അപ്പീൽ സമർപ്പിച്ചത്. ട്രൈബ്യൂണലിൽ കേസ് നിലയ്ക്ക് ഹൈക്കോടതിക്ക് ഉത്തരവ് ഇറക്കാനാകില്ല എന്നാണ് വാദം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി S നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, ഗുഡ് ഈവനിങ്. എന്തായാലും ഈ ഹൈക്കോടതി ഉത്തരവിനെയൊക്കെ മറികടന്ന് ഈ വഖഫ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. എന്താണ് ഈ അപ്പീലിൽ പറയുന്ന വിശദാംശങ്ങൾ, നന്ദഗോപൻ? അശ്വതി, ഗുഡ് ഈവനിങ്. അതായത് CN രാമചന്ദ്രൻ കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ട് ഈ മുനമ്പത്തെ വഖഫ് ഭൂമി സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പഠിക്കുവാൻ വേണ്ടി സർക്കാർ നിയമിച്ചിരുന്നു. അതിനെതിരെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ആദ്യം അപ്പീൽ പോയി. അത് തള്ളിയതോടെയാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോകുന്നത്. ഡിവിഷൻ ബെഞ്ച് ഈ ഒരു വിഷയത്തിൽ CN രാമചന്ദ്രൻ കമ്മീഷൻ നിലനിൽക്കുന്നതിനോട് മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് വിധിച്ചിരുന്നു. മാത്രമല്ല അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇത് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നുള്ളതാണ്. അതേസമയം ഈ വഖഫ് സംരക്ഷണ വേദി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ട്രിബ്യൂണലിൽ കേസ്
കേസ് നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഹൈക്കോടതി ഉത്തരവ്, ഹൈക്കോടതിക്ക് അതിനുള്ള അധികാരമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ വഖഫ് സംരക്ഷണ വേദി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചതും അതാണ്, ഹൈക്കോടതിക്ക് ഇത്തരമൊരു ഉത്തരവിടാൻ സാധിക്കില്ല. ഒപ്പം തന്നെ ട്രിബ്യൂണലിൽ കേസ് നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരമൊരു ഉത്തരവിന് ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജി നിലവിൽ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ വരും ദിവസങ്ങളുണ്ടാകും. അശ്വതി. യെസ്, അങ്ങനെ മുനമ്പം വഖഫ് വിഷയം ഹൈക്കോടതിയെ മറികടന്ന് സുപ്രീം കോടതിയിലേക്ക് പോകുന്നുവെന്ന നിർണായക വിവരമാണ് ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ പങ്കുവച്ചത്. സൂപ്പർ ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവ് എവോഷൈൻ പിക്ചേഴ്സും സംവിധായകൻ വിജയ് തമ്പിയും നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വെള്ളിത്തിരയിലേക്ക് തിരിച്ചെത്തുകയാണ്. അയ്യപ്പ സ്വാമിയുടെ യഥാർത്ഥ ചരിത്രം പറയുന്ന സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിലൂടെയാണ് ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും മടങ്ങിവരവ്. നാളിതുവരെ അയ്യപ്പ കഥകൾ പല രീതിയിൽ തിരശീലയിലെത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നൂറ്റാണ്ടുകൾക്ക് മുൻപ് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ശ്രീഭൂതനാഥ ഉപാഖ്യാനം എന്ന കൃതിയാണ് അയ്യപ്പസ്വാമിയെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമെന്ന് പണ്ഡിതശ്രേഷ്ഠർ ഏകസ്വരത്തിൽ സമ്മതിച്ചിട്ടുള്ളതാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി AI സാങ്കേതികവിദ്യയുടെ പിൻബലത്തോടെയാണ് ചിത്രം ഒരുങ്ങുന്നതെന്ന് സംവിധായകൻ വിജയ് തമ്പി വ്യക്തമാക്കി. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു പുതിയ പരീക്ഷണമാണ് പൂർണ്ണമായും AI സാങ്കേതികവിദ്യയിൽ, ഡിജിറ്റൽ സാങ്കേതികവിദ്യയിൽ ഒരു സിനിമ. അത് സാക്ഷാൽ ധർമ്മശാസ്താവായ അയ്യപ്പസ്വാമിയുടെ യഥാർത്ഥ ചരിതം. പല സിനിമകളും അയ്യപ്പസ്വാമിയുടെ വന്നിട്ടുണ്ടെങ്കിലും അയ്യപ്പസ്വാമിയുടെ യഥാർത്ഥ ചരിതം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ശ്രീ ഭൂതനാഥ ഉപാഖ്യാനം എന്ന് പറയുന്ന സംസ്കൃത ഗ്രന്ഥമാണ്. അത് മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്ന് കേരള അധ്യായത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ. വിഷ്ണുവർദ്ധനാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും രചിക്കുന്നത്. എഡിറ്റിംഗ് ശ്രീകർ പ്രസാദും AI വിഷ്വലൈസേഷൻ വിനോയും നിർവഹിക്കുന്നു. സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു 4K ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യ അന്നേരം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, സാർ വെയിറ്റ് ചെയ്യൂ, നമുക്ക് അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ വരുമ്പോൾ നമുക്ക് തന്നെ ആദ്യം ചെയ്യാം എന്ന് പറഞ്ഞ് എന്തായാലും ഒരു കുറച്ച് നാൾ മുമ്പ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, അതായത് നമുക്ക് 4K തിയേറ്ററിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസം വന്നപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു ഇനി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു തോട്ടിലേക്ക് സാറിൻ്റെ ഒരു ചിന്തയാണ് നമുക്ക് എന്തുകൊണ്ട് AI ഒരു സിനിമ ചെയ്തുകൂടാ എന്നുള്ളത് വിജയ് തമ്പി സാറിൻ്റെ ഒരു ചിന്തയാണ്. അപ്പോൾ ഞാനടക്കമുള്ള ഞങ്ങളുടെ ഒരു ടീം അതിൻ്റെ ഒരു ടൂളായിട്ട് ഞങ്ങൾ കൂടെ നിന്നു എന്നുള്ളതാണ്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ ട്രെയിലർ ലോഞ്ച് നിർവഹിച്ചു. ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ തോന്നിയത്, ഇറ്റ് ഈസ് എ റിയൽ വിഷ്വൽ ട്രീറ്റ്. നമ്പർ 1. നമ്പർ 2, അതിൽ ഏറ്റവും വലിയ സേഫ്റ്റി എന്ന് പറയുന്നത് അയ്യപ്പൻ തന്നെയാണ്. അയ്യപ്പൻ്റെ അനുഗ്രഹമാണ് അതിലുണ്ടാകേണ്ടതും, അതുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ എങ്ങനെയാണ് അയ്യപ്പൻ എന്നറിയാനുള്ളൊരു വാസന നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ടാണ് ശബരിമല തന്നെ ഇത്ര ഗംഭീരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം തന്നെ തമ്പി അയ്യപ്പനെ മുറുകെ പിടിച്ചത് ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ്. ഇത് വെച്ച് ഇതേ സാങ്കേതികത്വം വെച്ച് മറ്റു പലതും ചെയ്യാമല്ലോ. പിന്നീട് അതിൻ്റെ വിഷ്വൽ അപ്പീലോട് നോക്കുമ്പോൾ തന്നെ ദർ ഈസ് എ സ്റ്റോറി ടെല്ലിംഗ് എഫക്റ്റ് ഇൻ ദ ടോട്ടൽ കോൺസെപ്റ്റിനകത്ത് ഒരു കഥ പറച്ചിലുണ്ട്. ആ കഥ പറച്ചിൽ നമുക്കെന്ന് വെച്ചാൽ ഞാനൊരു കുടുംബ സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങൾക്കും കുടുംബത്തിലെ കുട്ടികൾക്കുമൊക്കെ ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഓഫ് കോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ടേൺ ഔട്ട്. 2026 ചിത്രം തിയേറ്ററുകളിലെത്തുക. അന്യഭാഷകളിലും ചിത്രം പുറത്തിറങ്ങുമെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചു. ജനം, കൊച്ചി.